ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിൻ്റെ രണ്ടാമത്തെ വീഡിയോ സെഷനാണിത്. നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒക്കെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നും നമ്മൾ ഈ കോഴ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യത്തെ സെക്ഷനായി എസ് ഇ ഒ എന്താണെന്ന് പറഞ്ഞിരുന്നു. എസ് ഇ ഒൻ്റെ ബേസിക്സ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ഓൺ പേജ് എന്താണ്, ഓഫ് പേജ് എന്താണെന്ന് അതിൻ്റെ അകത്ത് ജസ്റ്റ് റഫായിട്ട് പറഞ്ഞിരുന്നു. അതിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓൺ പേജിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഓൺ പേജിനകത്ത് കീവേഡ് എന്താണെന്നുള്ളതും കീവേഡ് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യുന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ സെക്കൻഡ് വീഡിയോ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ, അതേപോലെ ഓൺ പേജിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സും അതേപോലെ ഐ ബട്ടണിൽ അറ്റാച്ച് ചെയ്തേക്കാം. നമുക്ക് ആദ്യം എന്താണ് ഓൺ പേജ് എന്ന് ചെക്ക് ചെയ്യാം. ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിനെ യൂസർ ഫ്രണ്ട്ലി ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരു വെബ്സൈറ്റ് യൂസർ ഫ്രണ്ട്ലി ആകുക എന്നുള്ളതിൻ്റെ ഫസ്റ്റ് പ്രൈമറി തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഒരു കീവേഡ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റ് ആദ്യം ഫസ്റ്റ് സെർച്ച് റിസൾട്ടിൽ ഫസ്റ്റ് വരിക, അതുപോലെ തന്നെ ആ വെബ് പേജിനകത്ത് ഇനഫ് ഇൻഫർമേഷൻസ് ആ ഒരു യൂസർ അന്വേഷിക്കുന്ന ഇൻഫർമേഷൻസ് ആ ഒരു വെബ്സൈറ്റിനകത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം. അതാണ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ, ഒരു പ്രോപ്പർ ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിനി ഈ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് നമ്മൾ എന്തൊക്കെയാണ് ഈ ഓൺ പേജ് SEOയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്താണ് സ്റ്റെപ്സ് ഇൻ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ. അതായത് നമ്മൾ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഓക്കെ, അതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൺ പേജ് SEO, അതായത് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ. ഓൺ പേജ് SEO ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഇപ്പം ഒരു സൈഡിൽ ഒരു ഡെവലപ്പിംഗ് ടീം ആ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാരലി നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. ആ വെബ്സൈറ്റ് ആർക്കിടെക്ചർ നമ്മൾ കളക്ട് ചെയ്യുക അവരുടെ. അതായത് ആ വെബ്സൈറ്റിനകത്ത് എത്ര പേജ് ഉണ്ട്, ഏതൊക്കെ പേജുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കളക്ട് ചെയ്യുക. അതിനുശേഷം ആ വെബ്സൈറ്റ് എന്തിനെ കുറിച്ചുള്ളതാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ആ വെബ്സൈറ്റിന് കീവേഡ് ഫൈൻഡ് ചെയ്യുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓൺ പേജ് SEOയുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ആദ്യം കീവേഡ് ഫൈൻഡ് ചെയ്യണം. അതിനുശേഷം ആ കീവേഡിനെ സോർട്ട് ചെയ്യണം. അതിനുശേഷം ആ വെബ്സൈറ്റിന് വേണ്ട ആ ഒരു പർട്ടിക്കുലർ പേജിനുള്ള ഒരു 10 പേജ് ഉണ്ടെങ്കിൽ ആ 10 പേജിന് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ സമയത്ത് ഒരു കണ്ടന്റ് റൈറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടന്റ് റൈറ്റർ നമുക്ക് ആ വെബ് പേജിനുള്ള ഓരോ പേജിനും കറസ്പോണ്ട് ആയുള്ള വെബ് കണ്ടന്റ് നമുക്ക് തയ്യാറാക്കി തരും. ആ കണ്ടന്റിനകത്ത് നമ്മൾ കീവേഡ് പ്ലേസ് ചെയ്യാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ കണ്ടന്റ് എഴുതുന്നതിന് മുന്നേ നമ്മൾ കീവേഡ് ഫൈൻഡ് ചെയ്ത് അവർക്ക് കൊടുക്കണം. സോ അതനുസരിച്ച് അവർക്ക് കീവേഡ് കണ്ടന്റിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഓൺ പേജ് SEO, ഓൺ പേജ് ഒരു വെബ്സൈറ്റ് ഓൺ പേജ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും യോസ്റ്റ് SEO, സെർച്ച് കൺസോൾ, അനലിറ്റിക്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടൂൾസ്. ഇതെല്ലാം ടൂൾസിൻ്റെ സെക്ഷനാണ്. യോസ്റ്റ് SEO നമുക്ക് പഠിക്കാം. അത് വേർഡ്പ്രസിൻ്റെ ഒരു പ്ലഗിനാണ്, ഒരു SEO പ്ലഗിനാണത്. അത് നമുക്ക് കൂടുതൽ ഓൺ പേജ് കൂടുതൽ എളുപ്പമാക്കി തരാനായിട്ട് ഒരു നോർമൽ യൂസറിന് വെബ്സൈറ്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉള്ളൊരു പ്ലഗിനാണ് യോസ്റ്റ് SEO എന്ന് പറയുന്നത്. ആ പ്ലഗിനെ കുറിച്ച് പരിചയപ്പെടുന്ന പ്ലഗിൻ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായുള്ള കീവേഡ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ സെർച്ച് ബാറിൽ നമ്മൾ ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് സെർച്ച് ചെയ്യുക. നമ്മൾ ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനറാണ് കീവേഡ് ഫൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു ഓൺലൈൻ ടൂളാണ്. ഇത് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇതൊരു ഫ്രീ ടൂളാണ്. അതിനുശേഷം നമുക്ക് ഓപ്പൺ ആയി വരുന്ന ഒരു വിൻഡോ ആണ്. ആ വിൻഡോക്കകത്ത് നമുക്ക് ചോദിക്കുന്നത് ഗൂഗിൾ ആഡ് അക്കൗണ്ട് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാണ്. കാരണം ഗൂഗിൾ ആഡ് അക്കൗണ്ടിനകത്താണ് നമ്മുടെ കീവേഡ് പ്ലാനർ ടൂൾ വരുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ആയുള്ളൊരു ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു ന്യൂ ഗൂഗിൾ ആഡ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു അടുത്ത വീഡിയോക്കകത്ത് എങ്ങനെയാണ് ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെ ആഡ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ആയുള്ളൊരു ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആഡ് അക്കൗണ്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ ആഡ് അക്കൗണ്ട് നമ്മൾ ആദ്യം ഗോ ടു കീവേഡ് പ്ലാനർ എന്ന് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് കീവേഡ് പ്ലാനറിലോട്ടാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ആഡ് അക്കൗണ്ടിൽ കയറിയിട്ടാണ് നിങ്ങൾ കീവേഡ് പ്ലാനർ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ ടൂൾസ് ഉണ്ട്. ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഫസ്റ്റ് പ്ലാനിങ്ങിനകത്ത് കീവേഡ് പ്ലാനർ കിടപ്പുണ്ട്. സോ നമ്മുടെ കീവേഡ് പ്ലാനർ തന്നെയാണ് ഇവിടെ നിന്ന് കിടക്കുന്നത്. ഓക്കെ,
നമ്മളിനി ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂ കീവേഡാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എക്സിസ്റ്റിംഗ് കീവേഡ് അല്ല, നമ്മൾ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി പുതിയ കീവേഡ് ഐഡിയാസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡിസ്കവർ ന്യൂ കീവേഡ്സ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഓപ്പൺ ആയി വരുന്ന വിൻഡോക്ക് നമ്മൾ കീവേഡ് ഐഡിയാസ് നമ്മൾ കൊടുക്കണം. നമ്മുടെ കീവേഡ് ഐഡിയാസിനെ ഡിപ്പെൻഡ് ആയിരിക്കും നമുക്ക് കീവേഡ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഓരോ ടൈപ്പ് ഓഫ് കീവേഡ്സ്. ഇപ്പം നമ്മൾ കീവേഡ് ഐഡിയ ഇവിടെ കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്ക് വേണ്ടി വെബ്സൈറ്റ് ആണ് ചെയ്യുന്നത്. ആ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഹോം പേജിനകത്ത് സ്വാഭാവികമായിട്ട് ആ ഒരു ഹോം പേജ് റാങ്ക് ചെയ്ത് വരേണ്ട കീവേഡ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ പ്ലേസ് ഏതാണോ, ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നോക്കാം. ഏജൻസി നമ്മൾക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ കുറിച്ചുള്ള കീവേഡ്സ് നമുക്ക് ആവശ്യം. നമ്മൾ കീവേഡ് ഐഡിയോടെ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് കൊടുക്കണം. ഇവിടെ വന്ന് ലൊക്കേഷൻ നമുക്ക് ഇന്ത്യ ആയി കൊടുക്കാം. അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുക. ദെൻ ഗെറ്റ് റിസൾട്ട്. നമുക്ക് അടുത്ത ഓപ്പൺ ആയിട്ട് വരുന്ന വിൻഡോക്കകത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൊടുത്ത കീവേഡ് ഐഡിയയിൽ നിന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന കീവേഡുകൾ. അതായത് നമുക്ക് ഈ കീവേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും മാർക്കറ്റിംഗ് ഏജൻസി. നമ്മൾ കൊടുത്ത കീവേഡ് ഐഡിയ എഴുതിയുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അതിന് അസോസിയേറ്റ് ചെയ്യുന്ന കീവേഡ് ഐഡിയാസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി, സോഷ്യൽ മീഡിയ ഏജൻസി. അങ്ങനെ നമുക്ക് ഒരുപാട് കീവേഡിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗായിട്ട് ബന്ധപ്പെട്ട കീവേഡ് കാണിച്ചിരുന്നുണ്ട്. ഓക്കെ, ആദ്യമായിട്ടൊരു കീവേഡ്, അതായത് ഒരു വെബ്സൈറ്റ് സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ആ വെബ്സൈറ്റ് പുതുതായിട്ടൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അത്തരം വെബ്സൈറ്റിന് വേണ്ടി എടുക്കുന്ന കീവേഡ് നമ്മളെപ്പോഴും കോമ്പറ്റീഷൻ കുറവുള്ളതും ആവറേജ് മന്ത്ലി സെർച്ച് വോളിയം നമുക്ക് കൂടുതലുള്ള കീവേഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. അതായത് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കുറവുള്ളതും അതേപോലെ മന്ത്ലി സെർച്ച്, ഒരു മാസം മന്ത്ലി സെർച്ച് കൂടുതലുള്ള കീവേഡ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നമുക്കിപ്പോൾ ഹോം പേജിലോട്ട് വേണ്ടിയാണ് നമ്മൾ കീവേഡ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന് നമ്മുടെ സെക്കൻഡ് സ്റ്റേജായുള്ള സോർട്ടിംഗ് ഓഫ് കീവേഡ് നമുക്ക് സോർട്ട് ചെയ്യാം. എങ്ങനെയാണ് കീവേഡിനെ സോർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ഡ്രൈവിൽ ഒരു എക്സൽ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സൽ ഷീറ്റ് നമുക്ക് പേര് കൊടുക്കാം കീവേഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഈ കീവേഡിനെ സോർട്ട് ചെയ്യണം. അത് കീവേഡിന് പ്രോപ്പറായിട്ട് സോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് കീവേഡിനെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വെബ്സൈറ്റിനകത്ത് പേജസ് കൊടുക്കാം. പേജ് ടൈപ്പ് ചെയ്യുന്നു. അവിടെ നമ്മൾ ഹോം പേജിനാണ് നമ്മൾ കീവേഡ് കൊടുക്കുന്നത്. ഹോം പേജിനുള്ള കീവേഡ് ഫൈൻഡ് ചെയ്ത്. സോ അപ്പം ഇവിടെ കീവേഡ്സ്, ദെൻ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ്റെ മറ്റൊരു പാർട്ടാണല്ലോ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ. കീവേഡ് ഫൈൻഡ് ചെയ്തതിന് ശേഷം അതിന് സോർട്ട് ചെയ്ത് അതിനുശേഷം ആ പേജിൽ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പോകണം. സോ അപ്പോൾ നമ്മൾ അതിനും കൂടെ ഉള്ളൊരു സെക്ഷൻ ഇവിടെ ആഡ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പം കീവേഡ്സിന് എടുക്കാം. അപ്പോൾ നമ്മൾ കീവേഡ്സിന് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മൈൻഡിൽ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിലെ ഹോം പേജിലോട്ടായിരിക്കണം നമ്മൾ കീവേഡ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ കീവേഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ വെബ്സൈറ്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജുമായിട്ട് യോജിക്കുന്ന കീവേഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. അതായത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി അത് ഓക്കെയാണ്, പ്രശ്നമില്ല. പക്ഷേ മറ്റെന്തെങ്കിലും കീവേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വെബ്സൈറ്റിൻ്റെ കണ്ടന്റ് ഒരു രീതിയിൽ പ്രൈമറി കീവേഡ് വേറെ രീതിയിൽ, അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ കീവേഡ് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റുമായിട്ട് യോജിക്കുന്ന കീവേഡ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ വെബ്സൈറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്ക് ഏതാണ്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയും അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയും കേരള എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത്തരം കീവേഡ് മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഒരു കീവേഡ് ഉണ്ട്. അതിൻ്റെ സെർച്ച് വോളിയം എന്ന് വെച്ചാൽ ഏകദേശം 14,800 അതേപോലെ തന്നെ കോമ്പറ്റീഷൻ മീഡിയമാണ്. മീഡിയം കോമ്പറ്റീഷൻ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മുടെ കീവേഡ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് യൂസ് ചെയ്യാം. ഇതിനുള്ള കീവേഡ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി. ഓക്കെ, നമുക്ക് 3 കീവേഡ് മതി. 3 കീവേഡ് പോരാ ആക്ച്വലി. നമുക്കിപ്പം
ഒരു എക്സാമ്പിൾ കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് 3 കീവേഡ് മതി. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് പ്രൈമറി കീവേഡ്, സെക്കൻഡറി കീവേഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രൈമറി കീവേഡ് എന്ന് പറഞ്ഞാൽ ഏത് കീവേഡ്, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട, അതേപോലെ ഏറ്റവും കൂടുതൽ ഓഫ് പേ ചെയ്യേണ്ട, ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ട കീവേഡ് ഉണ്ട്. അതാണ് പ്രൈമറി കീവേഡ്. ആ ഒരു കീവേഡിനായിരുന്നു കൂടുതൽ ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കീവേഡ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് അത്തരം കീവേഡ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. കോമ്പറ്റീഷൻ കുറവുള്ള സെർച്ചുകളും കൂടുതലുള്ള നമ്മുടെ ബിസിനസ്സുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കീവേഡ് ആയിരിക്കണം അത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ആയിരിക്കും ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ കീവേഡ് ഒന്ന് എഡിറ്റ് ചെയ്യുക, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ഇൻ കേരള എന്നാക്കുക. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി കേരള എന്നാക്കുക. ദെൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി കേരള എന്നാക്കുക. നമ്മൾ കൂടുതലും, അതായത് ലോക്കൽ SEO എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ലോക്കൽ SEO എന്ന് വെച്ചാൽ നമ്മുടെ കൂടുതൽ നമ്മൾ കീവേഡ്സ് സ്പെസിഫൈ ആക്കി കൊടുക്കും. അതായത് നമ്മുടെ ലൊക്കാലിറ്റിയോട് കൂടുതൽ സ്പെസിഫൈ ആകുന്ന സമയത്ത് കോമ്പറ്റീഷൻ വളരെ കുറയുകയും പക്ഷേ സെർച്ച് റിസൾട്ട് കൂടുതൽ ഹയർ റാങ്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ അല്പം കൂടെ ബ്രോഡാകുന്ന കീവേഡൊക്കെ എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് മാത്രം അധികം സെർച്ച് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്പം കീവേഡ് ബ്രോഡ് ആക്കുക. അപ്പം കേരള എന്ന കീവേഡ് എപ്പോഴും ബെറ്റർ. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കീവേഡ് നമ്മൾ കീവേഡ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി കേരള. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ കീവേഡ് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ടൂൾ പറഞ്ഞുതരാം. ആ ടൂളിൻ്റെ പേരാണ് SEO മോഫോ. SEO മോഫോ ഇതൊരു നമ്മുടെ കീവേഡ്സിൻ്റെ, നമ്മുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ്റെയൊക്കെ ലെങ്തിനെ മനസ്സിലാക്കാനും അതേപോലെ അത് എങ്ങനെയാണ് അതിൻ്റെ പ്രിവ്യൂ കാണിച്ചു തരാനും യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ്. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി കേരള അതാദ്യം കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കീവേഡ് സെപ്പറേറ്ററായിട്ട് ഹൈഫൺ യൂസ് ചെയ്യുക. അതിനുശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിംഗ് കേരള. സോ ഇത് രണ്ടാണ് നമ്മുടെ പ്രൈമറി കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി കേരള, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിംഗ് കേരള. അല്ലെങ്കിൽ നമുക്ക് വേറെ കീവേഡ് യൂസ് ചെയ്യാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസിംഗ് കേരള, അത് വെച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നു എനിക്ക്. അപ്പം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സർവീസിംഗ് കേരള യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കീവേഡ് എപ്പോഴും ഫസ്റ്റ് ലെറ്റർ കേസ് സെൻസിറ്റീവ് ആയി കൊടുക്കുക. നമ്മൾ പറഞ്ഞു നമ്മുടെ ടൈറ്റിലിന് ഒരു ക്യാരക്ടർ ലിമിറ്റ് ഉണ്ട്. ക്യാരക്ടർ ലിമിറ്റ് എക്സീഡ് ചെയ്താൽ പോലും പ്രശ്നങ്ങൾ ഒരു തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസും ഉണ്ടാകത്തില്ല. പക്ഷേ ഇങ്ങനെ റീഡബിലിറ്റി എന്നൊരു ഇഷ്യൂ നമ്മൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ടൈറ്റിൽ നമ്മൾ ഈ 2 കീവേഡ് കൊടുത്ത് നമ്മുടെ ടൈറ്റിലിൻ്റെ ലെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി കേരള അത് വ്യക്തമായിട്ട് വയ്ക്കുന്നു. ദെൻ അടുത്ത കീവേഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയുള്ളത് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റീഡബിലിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് കുറക്കാനായിട്ട് നമുക്ക് ഒന്നൊരു കീവേഡ് നമുക്ക് ചുരുക്കാം, അല്ലെങ്കിൽ നമുക്ക് കീവേഡ് ഒഴിവാക്കാം. ഇപ്പോഴും കീവേഡിനെ ചുരുക്കി ഒന്ന് ഈ കീവേഡിന് പകരം മറ്റേതെങ്കിലും കീവേഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല നമുക്ക് കീവേഡിന് ചുരുക്കാനായിട്ട് അത് നമുക്ക് ഇങ്ങനെ എടുക്കാം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി വേണ്ട, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കേരള മാത്രം നമുക്ക് കൊടുത്തു നോക്കാം. പക്ഷെ അപ്പോഴും നമുക്ക് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, SMM ഏജൻസിയും കേരള. ഓക്കെ, അതായത് നമുക്ക് അതിനുശേഷം ബാക്ക് എൻഡിലായിട്ട് നമുക്ക് ഈ ഒരു കീവേഡിന്, അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസിയും കേരള എന്നൊരു കീവേഡ് നമുക്ക് ബാക്ക് എൻഡിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ URL, നമ്മുടെ URLൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ, നമുക്കൊരു കണ്ടന്റ് എഴുതാനായിട്ട് നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസ്ക്രിപ്ഷൻ എഴുതിയതിനു ശേഷം നമ്മുടെ കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി കേരള, അത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസിയും കേരള എന്നുള്ള കീവേഡ് ആഡ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഈ ഒരു ക്യാരക്ടർ ലിമിറ്റിന് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ ഒരു ഡോട്ട് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ ലിമിറ്റിനുള്ളിൽ നിന്ന് മാക്സിമം ചെയ്യാൻ നോക്കുക, അതായിരിക്കും എപ്പോഴും നല്ലത്. ആ ഒരു ക്യാരക്ടർ ലിമിറ്റ് കഴിഞ്ഞ് പോലും പ്രശ്നമില്ല, പക്ഷേ റീഡബിലിറ്റി ഇഷ്യൂ എന്നൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗൂഗിൾ കീവേഡ് പ്ലാനർ യൂസ് ചെയ്ത് കീവേഡ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നും എന്താണ് ആവറേജ് മന്ത്ലി സെർച്ച് വോളിയം, അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു വെബ് പേജിന് വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് കീവേഡ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ടി ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതേണ്ടതെന്നും അതിന് യൂസ് ചെയ്യുന്ന ടൂളും നമ്മളിവിടെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ നമ്മുടെ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ്റെ കീവേഡ് ഫൈൻഡിങ് എന്താണ്, അതുപോലെ കീവേഡ് സോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തെന്ന് വെച്ചാൽ എങ്ങനെയാണ് കീവേഡ് കണ്ടന്റിനകത്ത് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ കീവേഡ് കണ്ടന്റിനകത്ത് പ്ലേസ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റിനകത്ത് ഒരു 300 വേർഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ 300 വേർഡ്സിനകത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു കണ്ടന്റ് സ്പേസ് ആണ്, നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള കണ്ടന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് ഇപ്പോൾ എന്തെങ്കിലും കണ്ടന്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത്തരം കണ്ടന്റ് ആ വെബ്സൈറ്റിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ 300 വെച്ചിട്ടുള്ളൊരു
800 അല്ലെ 1200 ഒക്കെ ഒരു കണ്ടന്റ് ആണ് എങ്കിൽ നമ്മൾ ആ ഒരു കണ്ടന്റിനകത്ത് നമുക്കൊരു 300 വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തവണ നമുക്ക് കീവേഡ് കണ്ടന്റിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കീവേഡ് കണ്ടന്റിനകത്ത് പ്രൈമറി ആയിട്ട്, അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആ കീവേഡ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്ക് കമ്പനിയും കേരള എന്നുള്ളതാണ് നമ്മുടെ കീവേഡ്, പ്രൈമറി കീവേഡ് തന്നെ നമ്മൾ ആ കണ്ടന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കീവേഡിൻ്റെ ഒരു പ്രയോറിറ്റി നമുക്കിവിടെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളോട് ഓൺ പേജ് ഒപ്റ്റിമൈസേഷനിൽ നമ്മൾ എന്താണ് SEO, ഓൺ പേജ് SEO എന്ന് പഠിച്ചു. അതിനുശേഷം നമ്മുടെ കീവേഡ് ഫൈൻഡ്, അതായത് ഓൺ പേജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. നമ്മൾ കീവേഡ്സ് ഫൈൻഡ് ചെയ്യണം, സോർട്ട് ചെയ്യണം, ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനും ക്രിയേറ്റ് ചെയ്യണം, കീവേഡ് പ്ലേസ് ചെയ്യുന്നത് എവിടേക്കാണ് പ്ലേസ് ചെയ്തത് എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമ്മൾ യോസ്റ്റ് SEOയിലോട്ട് കടക്കാൻ പോകുന്നത്. യോസ്റ്റ് SEO കടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കാണിച്ചു തരാം കീവേഡ് എവിടേക്കാണ് പ്ലേസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ ഇവിടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. കാര്യം ഞാൻ ഫ്യൂച്ചറിൽ ഇതിൻ്റെ സീരീസ് ആയിട്ട് ബാക്കിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ സെഷനുമായിട്ട് കാണുന്നതായിരിക്കും. ബൈ.